സ്തുതിയായിരിക്കട്ടെ. ഈ സായാഹ്ന ആരാധനാ സമയത്തേക്കുള്ള പ്രത്യേകമായ നിയോഗങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിലായിരിക്കുന്ന ഒരു മകന് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ മകനെ നമുക്ക് പ്രത്യേകമായി ഓർക്കാം. സഹോദരങ്ങളുടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ചില ഇടപെടലുകൾ മൂലം കടക്കണിയിലായിപ്പോയ ഒരു മകളുടെ പ്രത്യേകമായ നിയോഗത്തെ നമുക്ക് ഓർക്കാം. ജപ്തിയുടെ വക്കിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുടുംബത്തെ പ്രത്യേകമായും ഇനി ആരാധന സമയം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായിരിക്കുന്ന ഒരു മകളെ പ്രത്യേകമായി ഓർക്കാം. ജോലിയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ഒരു മകളെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. ജോലി ഉണ്ടായിട്ടും ജോലിക്ക് പോകാതെ നടക്കുന്ന ഒരു മകന് വേണ്ടിയുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. മക്കളുടെ തെറ്റായ നടപ്പുകളിൽ നിന്ന് ശീലങ്ങളിൽ മാറുവാൻ വേണ്ടിയുള്ള ഒരമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. ചെന്നുപെട്ടിരിക്കുന്ന ശരിയല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു മകനെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. വൃദ്ധരെയും കിടപ്പ് രോഗികളെയും പ്രത്യേകമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന ദമ്പതികളെയും നമുക്ക് ഓർക്കാം. അതോടൊപ്പം പ്രത്യേകമായി പല ഇടവകകളിലും വൈദികർ കോവിഡ് പോസിറ്റീവായിട്ട് ആശുപത്രികളിലും മറ്റു പലയിടങ്ങളിലുമൊക്കെയാണ്. പ്രത്യേകമായി ആ വൈദികരെല്ലാവരെയും സന്യസ്തരെല്ലാവരെയും പ്രത്യേകമായി ഇനി ആരാധന സമയത്ത് സമർപ്പിച്ച് തമ്പുരാനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഈ ആരാധന സമയത്ത് പ്രത്യേകമായി സമർപ്പിച്ച് ഈ ആരാധനാ സമയം ഏറ്റവും നന്മയോടെ നന്ദിയോടെ നമുക്ക് ഉപയോഗിക്കാം.
അവിടുന്ന് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ലെന്ന് യേശുനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. ആ വചനത്തിൻ്റെ പൂർത്തീകരണം എന്നോണമാണ് ഇന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ വന്നിരിക്കാൻ നമുക്ക് കഴിയുക. എല്ലാ തിരക്കുകളും ആകുലതകളും മറന്ന് ഈ സമയം യേശുനാഥൻ്റെ മുൻപിൽ പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് ആയിരിക്കാം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ആകയാൽ നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക എന്ന് മോശയോട് ദൈവം ആവശ്യപ്പെട്ടതുപോലെ നമ്മളോടും വിശുദ്ധിയുള്ളവരായിരിക്കാൻ അവിടുന്ന് പറയുന്നു. പരമപരിശുദ്ധനായ ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിലായിരിക്കാൻ നാം ആരും തന്നെ യോഗ്യരല്ല. ആകയാൽ അനുതാപത്തോടും എളിമയോടും കൂടെ ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം.
വിശ്വാസത്തോടും കൂടെ തിരുവചന ഭാഗം വായിച്ച് ധ്യാനിക്കാം. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ ചരടുകൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെയെല്ലാം, ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇവ ചെയ്യുന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത്? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരമെടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. വസിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കിയതിൽ കോപിഷ്ഠനായ യേശുവിനെയാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം ദർശിക്കുക. പെസഹ തിരുനാളിനോട് അനുബന്ധിച്ചാണ് യേശു ജെറുസലേം ദേവാലയത്തിൽ പോകുന്നത്. സ്തുതിപ്പുകളും പ്രാർത്ഥനകളും ബലികളും നടക്കേണ്ട ദേവാലയത്തിൽ കണ്ട കാഴ്ചകൾ യേശുവിനെ കോപിഷ്ഠനാക്കുന്നു. ഒരു ചാട്ട വാറുകൊണ്ട് കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും വളരെ ദേഷ്യത്തോടെയാണ് യേശുനാഥൻ പുറത്താക്കുക. അശുദ്ധിയെ വിശുദ്ധി കൊണ്ട് യേശുനാഥൻ നേരിടുന്നു. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ദേവാലയ ശുദ്ധീകരണം നടത്തുക. നിങ്ങൾ ഈ ജെറുസലേം ദേവാലയം നശിപ്പിക്കുക. 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. തൻ്റെ ഉയർപ്പിനെ പറ്റി യേശുനാഥൻ അന്ന് പ്രവചിച്ചു. എന്നാൽ തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവിടുന്ന് പറഞ്ഞതെന്ന് യഹൂദ പ്രമാണികൾക്ക് അന്ന് മനസ്സിലായില്ല. തൻ്റെ ശരീരത്തെ ജെറുസലേം ദേവാലയത്തോട് യേശു ഉപമിച്ചു. അതുപോലെ തൻ്റെ മക്കളായ നാം ഓരോരുത്തരെയും അവിടുന്ന് ദേവാലയമായി കരുതുന്നു. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ വസിക്കുവാൻ യേശുനാഥൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. അവിടത്തേക്ക് വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകും എന്ന തീരുമാനമെടുത്ത അനുതാപിയായ ധൂർത്തപുത്രനെ പോലെ നമുക്കും എളിമയുള്ളവരാകാം. നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല.
വിശുദ്ധിയിൽ വളരാനും വിശുദ്ധിയിൽ ജീവിക്കാനും നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റേത്. ആ ദൈവത്തെ നമുക്കിപ്പോൾ പാടി സ്തുതിക്കാം.
സ്നേഹമുള്ളവരെ, നമ്മുടെ കുറവുകളൊക്കെ നിറവുകളാക്കി മാറ്റുന്ന ദിവ്യകാരുണ്യ സന്നിധിയിൽ പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് ഏറ്റുപറയാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ എന്ന ഈരടികൾ നമുക്ക് ഒന്ന് ചേർന്ന് ആലപിക്കാം. സ്നേഹനാഥനായ യേശുവേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സ്വാർത്ഥവും അഹങ്കാരവും തെറ്റിദ്ധാരണകളും നിമിത്തം സ്വന്തം സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയാതെ പോയി. അകാരണമായി ഞങ്ങൾ അവരെ മുറിപ്പെടുത്തി. ആ നിമിഷങ്ങളെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് നയിച്ച യേശുവേ, പരിശുദ്ധ കുർബാനകളിലും കൂദാശകളിലും അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യവും അവഗണിച്ച് സംശയദൃഷ്ടിയോടെ നോക്കിയ നിരവധി അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതയാത്രയിൽ വന്നുപോയിട്ടുണ്ട്. ഞങ്ങളുടെ അവിശ്വാസത്തിൻ്റെയും നന്ദിഹീനതയുടെയും നിഴലുകളെ ദിവ്യകാരുണ്യ സ്നേഹത്താൽ പ്രകാശിതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആലപിക്കുന്നു. ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആന്തരിക മുറിവുകളെയും അപകർഷതാബോധത്തെയും അരക്ഷിതാവസ്ഥയെയും നിരാശയെയും ഏകാന്തതയെയും എടുത്ത് മാറ്റണമേ. അവിടുത്തെ തിരുരക്തം തളിച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകി ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കുറവുകളിലേക്കും നിന്റെ കൃപകളും വരങ്ങളും നൽകി സൗഖ്യപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആലപിക്കുന്നു. പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യുവിൻ. ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്ന യേശുവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എതിരായുള്ള എല്ലാ തിന്മയുടെ ആസക്തികളെയും പൈശാചിക ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പാപത്തിൻ്റെ അടിമത്തത്തെയും അങ്ങയുടെ ശക്തിയുള്ള യേശുനാമത്തിൽ ശാസിക്കണമേ. തിന്മയുടെ എല്ലാ വഴികളും വിട്ടുപേക്ഷിച്ച് അങ്ങയെ മാത്രം ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആലപിക്കുന്നു. പാപകടങ്ങൾ മായ്ക്കണമേ.
ഏറ്റം മഹത്വാമി കൂദാശയേ നവ്യനിയാമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾക്കെഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം ഇന്നുമെന്നും പാവനാത്മാവിനും ഔവികം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സുസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം വരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ശാന്തമായ ഒരു രാത്രി ആശംസിക്കുകയാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടൊപ്പം ചേർന്ന് ദൈവാനുഗ്രഹത്തിൻ്റെ
നിമിഷങ്ങളായി ഈ രാത്രി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.